എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 19-20 വചനങ്ങൾ. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങളും ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. വളരെ അർത്ഥവത്തായ ഒരു തിരുവചനമാണിത്. ഇവിടെ പറയുകയാണ് 19-ാം വചനം, അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. എസെക്കിയേൽ 11:19-20. അവർക്ക് ഞാൻ പുതിയ ഒരു ഹൃദയം നൽകും. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പുതിയ ഹൃദയം നമുക്ക് നൽകണമെങ്കിൽ നമ്മുടെ പഴയ ഹൃദയം കർത്താവ് മാറ്റും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവ പഴയത് മാറ്റപ്പെടും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. ശിലാഹൃദയം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഹൃദയത്തിൻ്റെ ഉടമകൾ, ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ആസക്തികളിലും ജഡത്തിലുമൊക്കെ ജീവിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകൾ, കാപട്യവും വഞ്ചനയും അശുദ്ധിയും മ്ലേച്ഛപാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഹൃദയത്തിൻ്റെ ഉടമകൾ. ശിലാഹൃദയം ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. ഇത് വാഗ്ദത്തമാണ്. നമ്മുടെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനിലെ ആ ഹൃദയം എടുത്തുമാറ്റി മാംസലമായ ഒരു ഹൃദയം, ആ ഹൃദയം ക്രിസ്തുവിന്റെ ഹൃദയം പോലെയുള്ള ഒരു ഹൃദയമാണ്. ക്രിസ്തുവിന്റെ ഹൃദയം എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ഒരു ഹൃദയം. ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന് യേശുവിന്റെ മേൽ ആവസിച്ചു. അതേ ആത്മാവിനെ തന്നെയാണ് നമുക്കും പിതാവായ ദൈവം നൽകുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വരും. ശിലാഹൃദയം, കഠിന ഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം, ക്രിസ്തുവിന്റെ ഹൃദയം പോലെ ഒരു ഹൃദയം, സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന, അനുഗ്രഹിക്കുന്ന, പരിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഹല്ലേലൂയ. 20-ാം വചനം പറയുന്നു, അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചു ജീവിക്കും. ഉണ്ടോ? എൻ്റെ കൽപ്പനകൾ അവർ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. മാനുഷികമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും നിയമങ്ങളൊക്കെ അനുസരിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു വ്യക്തിയിൽ ആത്മാവ് ആവസിക്കുകയും ആത്മാവ് ആ വ്യക്തിയെ നയിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകള്, പ്രമാണങ്ങള്, നിയമങ്ങള്, വചനങ്ങള് അനുസരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. റോമ 8:14. കരമിട്ടി പിടിച്ച് പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ
പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനമാണ് നമ്മൾ. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ രാജകീയ പുരോഹിതഗണം, തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതഗണം, വിശുദ്ധ ജനത, ദൈവത്തിന്റെ സ്വന്തം ജനം. യു ആർ എ ചോസൺ പീപ്പിൾ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് നിങ്ങൾ. രാജകീയ പുരോഹിതഗണം, റോയൽ പ്രീസ്റ്റ്, വിശുദ്ധ ജനത, ഹോളി നേഷൻ, ദൈവത്തിന്റെ സ്വന്തം ജനം, ഗോഡ്സ് ഓൺ പീപ്പിൾ, ദൈവത്തിന്റെ സ്വന്തം ജനം. നമ്മള് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിതമാണ്. ഞാനും നിങ്ങളും നിസ്സാരക്കാർ അല്ല. ഈ ഭൂമിയിൽ ക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ. അതിനുവേണ്ടിയാണ് യേശു നമുക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. യേശു ചെയ്ത അതേ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എനിക്കും നിങ്ങൾക്കും ചെയ്യുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, സാധിക്കും. യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനത്തിലെ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ആരും സാധാരണക്കാരല്ല, ചെറിയവരല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്, വിശുദ്ധ ജനതയാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 12-ാമത്തെ വചനം. യോഹന്നാൻ 14:12. എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യും. സത്യം സത്യമായി അവിടെ ആ പറയുന്നതിനകത്ത്, യേശു പറയുന്നതിനകത്ത് 2 തവണയാണ് പറയുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യം സത്യം, അത്ര ഉറപ്പാണത്. എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഹല്ലേലൂയ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഒരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ തരും. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് വസിക്കും. നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ ബലപ്പെടുത്തും, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലൂടെ കർത്താവിന്റെ ആത്മാവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ, വിശുദ്ധരുടെ കരങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അയർലൻഡ് എന്ന ക്രിസ്ത്യൻ രാജ്യം, ആ രാജ്യത്തെ വിശുദ്ധനാണ് വിശുദ്ധ പാട്രിക്. ഞാൻ പലതവണ അയർലൻഡിൽ പോയി ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ല രാജ്യമാണ്. ഈ അയർലൻഡിലെ വിശുദ്ധനായിരിക്കുന്ന വിശുദ്ധ പാട്രിക്, അദ്ദേഹം വലിയ ഒരു വിശുദ്ധനാണ്. 28 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. 28 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഏകദേശം 400-ലധികം
വിശുദ്ധര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. 400-ലധികം വിശുദ്ധര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ചരിത്രം പറയുന്നു 28 മരിച്ചവരെ ഉയർപ്പിച്ച വലിയ വിശുദ്ധനായ വിശുദ്ധ പാട്രിക്. അദ്ദേഹം അയർലൻഡിലൂടെ അവിടെ പേഗൻ മതവിശ്വാസികളായിരുന്നു. ദൈവരാജ്യം പ്രഘോഷിച്ച് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അദ്ദേഹം ആ രാജ്യത്തെ നേടുകയാണ്. ഒരിക്കൽ ആ രാജ്യത്തെ ചക്രവർത്തിയുടെ മകൾ മരിച്ചുപോയി. മകളുടെ പേര് ഡബ്ലീന. 8 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. രാജാവിനും രാജ്ഞിക്കും ഒക്കെ എല്ലാവർക്കും സങ്കടം. അപ്പോൾ ആരോ പറഞ്ഞു, ഈ രാജ്യത്ത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഉണ്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആള്, അദ്ദേഹത്തെ വരുത്താൻ പറഞ്ഞു. രാജാവുമായിട്ട് പാട്രിക് സംസാരിച്ചു. പാട്രിക് പറഞ്ഞു, ഈ കുഞ്ഞിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉയർപ്പിക്കാം, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം. സമ്മതിച്ചു. അങ്ങനെ പാട്രിക് പ്രാർത്ഥിച്ചു. 8 വയസ്സുള്ള കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. ആ കുഞ്ഞിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഡബ്ലീന എന്ന ആ കുഞ്ഞിന്റെ ഓർമ്മയ്ക്കാണ് അയർലൻഡിന്റെ തലസ്ഥാനം ഡബ്ലിൻ എന്ന് അറിയപ്പെടുന്നു. ഹല്ലേലൂയ. ഒരിക്കല് ഒരു ഗ്രാമത്തിലൂടെ അദ്ദേഹം കടന്നു പോകുക. അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അവിടെ 2 മൺകൂനകൾ കണ്ടു. ഈ വിശുദ്ധൻ ചോദിച്ചു, എന്താണിത്? ഒരു ഭാര്യയും ഭർത്താവും എന്തോ രോഗം ബാധിച്ച് പെട്ടെന്ന് മരിച്ചതാണ്. മരിച്ചിട്ട് 12 വർഷമായി. ഇതൊക്കെ കേൾക്കാൻ രസമാണ്, പക്ഷേ വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. വിശ്വസിച്ചേ പറ്റൂ. ദൈവം ചെയ്ത പ്രവൃത്തികളാണ്. വിശുദ്ധ പാട്രിക് പറയുക, ആ മൺകൂന മാന്തുക. മാന്തി ആ കുഴിയിലുള്ള അസ്ഥികൾ എടുത്ത് പുറത്തിടാൻ പറഞ്ഞു. അസ്ഥികൾ എടുത്ത് അവർ പുറത്തിട്ടു. വിശുദ്ധ പാട്രിക് പ്രാർത്ഥിക്കുകയാണ്, 12 വർഷം മുമ്പ് മരിച്ചുപോയ ഇവർ ഉയർത്തി നിൽക്കുവാൻ. അത്ഭുതം നടക്കുക. എസെക്കിയേൽ 37 പറയുന്ന പോലെ മാംസം വന്നു, ഞരമ്പുകൾ പിടിപ്പിക്കപ്പെട്ടു, തൊലി വന്നു, ദൈവത്തിന്റെ ജീവൻ നിറഞ്ഞു. 12 വർഷം മുമ്പ് മരിച്ച ആ ഭാര്യയും ഭർത്താവും ഉയർത്തെഴുന്നേറ്റുവെന്ന് ചരിത്രം പറയുന്നു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. യേശു തന്റെ ആത്മാവിനെ ത്രിയേക ദൈവത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് അതിനു വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ 3ാമത്തെ വ്യക്തിയാണ്. പിതാവിനെ പോലെ തന്നെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ പോലെ തന്നെ ശക്തനാണ് പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും എങ്ങനെയാണോ അതുപോലെ തന്നെ തുല്യനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് എന്തേ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മൾ ഈ കൺവെൻഷന്റെ സമാപനത്തിൽ ഇതൊന്ന് ചിന്തിക്കണം. വെറുതെ വചനം കേട്ടുപോയപ്പോഴാ എന്തുകൊണ്ട് യേശു ചെയ്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല? വിശുദ്ധന്മാര് വലിയ കാര്യങ്ങൾ ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വലിയ കാര്യം ചെയ്യും. വിശുദ്ധന്മാർ ചെയ്തു വലിയ കാര്യങ്ങൾ. ആ വിശുദ്ധിയിലേക്കും ആ അഭിഷേകത്തിലേക്കുമാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നത്. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിക്ക് ഒരു കുറവില്ല. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് പാട്രിക്കിന്റെ ഉള്ളില്, സെയിന്റ് ആന്റണിയുടെ ഉള്ളില് ഒക്കെ വസിച്ചത്. പത്രോസിലും പൗലോസിലും അന്ത്രയോസിലും ഒക്കെ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. ഏലിയായിലും എലീഷായിലും മോശയിലും ജോഷുവായിലും സാംസണിലും സോളമനിലും ദാവീദിലും ഒക്കെ വസിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്നിട്ട് എന്തേ അവർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? ഹല്ലേലൂയ. അതിനു സാധിക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വില കൊടുക്കണം. നമ്മൾ വില കൊടുത്തുവെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ശക്തമായ അഭിഷേകം, കൃപാവരങ്ങൾ, ദൈവശക്തി നമ്മൾ നിറയത്തുള്ളൂ.
വെറുതെയൊന്നും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാം, കൃപാവരങ്ങൾ സ്വന്തമാക്കാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. ശരിക്കും ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം, സഹനം ഏറ്റെടുക്കുന്ന ജീവിതം, ജഡത്തെ കീഴ്പ്പെടുത്തുന്ന ജീവിതം, വിശുദ്ധിയുടെ ജീവിതം, ക്രിസ്തുവിന് വേണ്ടി മാത്രം ഹൃദയത്തെ കൊടുക്കുന്ന ഒരു വ്യക്തിയിലാണ് അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ ജീവിതം ക്രിസ്തുവിനായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തില് ഏറ്റവും വിലയുള്ളത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകവും ആത്മാവിന്റെ ശക്തിയുമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ഇവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ദൈവം ചെയ്ത പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൂടാതെ സുവിശേഷം ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ പാത്രങ്ങളായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ജഡമോഹങ്ങളെയൊക്കെ അതിജീവിക്കണം, ആസക്തികളെ അതിജീവിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ചെറുപ്രയാസമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ മോഹങ്ങളും ആസക്തികളൊക്കെ നിയന്ത്രിച്ച് ആത്മാവിൽ വിശുദ്ധി കൊണ്ട് നിറഞ്ഞ് കൃപാവരങ്ങൾ നിറഞ്ഞ് ജീവിക്കുക ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അതിശക്തമായ വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിൽ നയിക്കപ്പെടുന്ന ശക്തരായ ദൈവ മനുഷ്യരായിട്ട് മാറുവാൻ സാധിക്കത്തുള്ളൂ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.